സംസ്ഥാനത്ത് മഴ തുടരും. വടക്കൻ കേരളത്തിൽ ഇന്ന് 2 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഒപ്പം തെക്കൻ കേരളത്തിലും മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. മധ്യ കിഴക്കൻ അറബിക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഇതേസമയം ഡൽഹിയിലും ബംഗളൂരുവിലും ശക്തമായ മഴയിൽ വൻ നാശനഷ്ടമുണ്ടായി. മഴക്കെടുതിയിൽ ബംഗളൂരുവിൽ ഇതുവരെ 5 പേരും, ഡൽഹിയിൽ 4 പേരും മരിച്ചു. വിവരങ്ങളുമായി ഷംന ചേർന്നു. വ്യാപകമായി മഴക്കെടുതി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം മറ്റ് സംസ്ഥാനങ്ങളിൽ വിവരങ്ങൾ എന്താണ് ഷംന? അപർണ, നേരത്തെ തന്നെ 24-ാം തീയതിയോടുകൂടി മൺസൂൺ കേരളത്തിലെത്തും. അതിന് മുന്നോടിയായി തന്നെ മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇന്ന് മഴയിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് മഴയിൽ കുറവുണ്ട്. നേരിയ മഴയാണ്. യെല്ലോ അലർട്ടുകൾ മാത്രമാണ് പ്രവചിച്ചിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ വടക്കൻ കേരളത്തിൽ യെല്ലോ അലർട്ട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും മറ്റ് ജില്ലകളിൽ, തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൊക്കെ നേരിയ മഴ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്തിന്റെ ഒരു കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ മഴക്കെടുതികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വലിയ നാശനഷ്ടങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അതേസമയം ബംഗളൂരുവിലും ഒപ്പം ഡൽഹിയിലും കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി റിപ്പോർട്ട് ചെയ്തത്. ഡൽഹിയിൽ 4 പേരും, ബംഗളൂരുവിൽ ഇതുവരെ 5 പേരുമാണ് മരിച്ചത്. ഒപ്പം തന്നെ വിമാന സർവീസുകൾ, മെട്രോ സർവീസുകളൊക്കെ റദ്ദാക്കപ്പെടുന്ന ഒരു സാഹചര്യം, വിമാനങ്ങളൊക്കെ വഴിതിരിച്ച് വിടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഈ മരങ്ങളൊക്കെ കടപുഴകി വീണ് വൻ നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അറബിക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് അടുത്ത 36 മണിക്കൂറിനുള്ളിൽ ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമാവാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയുണ്ടാകും. സംസ്ഥാനത്ത് ഉൾപ്പെടെ മഴ കനക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. നാളെ മധ്യ കേരളത്തില് വ്യാപക മഴയാണ്, ശക്തമായ മഴയാണ് ഉള്ളത്. നാളെ എന്തായാലും ഓറഞ്ച് അലേർട്ട് ഉൾപ്പെടെ നാളെയും പ്രവചനമുണ്ട്. 24-ന് മൺസൂൺ എത്തും. ഒപ്പം തന്നെ ഇത്തവണത്തെ മൺസൂണിൽ സാധാരണ മഴയേക്കാൾ കൂടുതൽ, ഈ ന്യൂനമർദ്ദം രൂപപ്പെട്ടത് കൊണ്ട് തന്നെ സാധാരണ മൺസൂണിലെ മഴയേക്കാൾ കൂടുതലായി മഴയും ലഭിക്കുമെന്നൊരു മുന്നറിയിപ്പുണ്ട്. ഒപ്പം ഈ രാത്രികാലങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്, മണ്ണിടിച്ചിൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്, കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നുകൂടി മുന്നറിയിപ്പ് ഉണ്ട്. അപർണ, ഷംന വിവരം.